സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിവനും അഞ്ജുവും ദേവിയേട്ടത്തെയും കണ്ണനും എല്ലാവരും ഇരുന്ന് അത്താഴം കഴിക്കുന്നു. അത്താഴം കഴിക്കാൻ വേണ്ടി ബാലേട്ടൻ വരുമ്പോൾ അവിടെ അപ്പുവിനെയും ഹരിയെയും കാണുന്നില്ല, ദേവൂട്ടിയില്ല. അപ്പം എല്ലാവരെയും പോയി വിളിച്ചുകൊണ്ട് വരാൻ ബാലേട്ടൻ പറയും. ദേവി ബാലേട്ടൻ പറഞ്ഞത് കേട്ട് വിളിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ചെന്നിട്ട് അപ്പുവിനെ വിളിക്കുന്നു. അപ്പുവിനെ വിളിക്കുന്നുണ്ടെ ഇതുപോലെ പറയുന്നുണ്ട്, ബാലേട്ടൻ കഴിക്കാൻ വന്നപ്പോൾ നിങ്ങളെ രണ്ടുപേരും കണ്ടില്ല, അതാ ഞാൻ വിളിക്കാൻ വന്നതെന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ബാലേട്ടൻ്റെ നിർബന്ധപ്രകാരമാണല്ലേ ഞങ്ങളെ വിളിക്കാൻ വന്നത്, അല്ല ദേവിയേട്ടയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല അപ്പു, എന്തായാലും അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് ഹരി അപ്പുവിനെ വിളിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലേട്ടൻ വന്നിട്ട് പറയുന്നു, ഞങ്ങളായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പരാതിയോ പരിഭവമോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. എല്ലാവരും അത്താഴം കഴിക്കണം, ദേവൂട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നു. അവരെല്ലാവരോടും അത്താഴം കഴിക്കാനിരിക്കുന്നു. അത്താഴം കഴിക്കാതിരിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, എനിക്ക് അമ്മ വാരി തന്നാൽ മതിയെന്ന്. ഇത് കേട്ടിട്ട് അപ്പുവിന് ദേഷ്യം വരും, പക്ഷേ അപ്പു സമ്മതിക്കും, അമ്മ വാരി കൊടുക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് അത്താഴം കഴിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പഴയ സാന്ത്വനം വീട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും കളിയും തമാശയും സന്തോഷവും പങ്കിട്ടുകൊണ്ട് അത്താഴം കഴിക്കുന്നു. അത്താഴം കഴിച്ച് എല്ലാവരും പിരിഞ്ഞ് കിടക്കാൻ പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ദേവിയേട്ടത്തെ അടുക്കളയിൽ കയറേണ്ടതിന് പകരം അഞ്ജു നേരത്തെ എണീറ്റ് വന്ന് അടുക്കളയിൽ കയറുന്നു. പക്ഷേ ദേവിയേട്ടത്തെ കാണുന്നില്ല. അപ്പു വന്ന് ചോദിക്കുന്നുണ്ട്, ദേവിയേട്ടത്തെ എവിടെയെന്ന്. ഞാൻ വന്നപ്പോൾ ദേവിയേട്ടത്തെ കണ്ടില്ല, എന്തായാലും അമ്പലത്തിൽ പോയതായിരിക്കാം. ഇന്നലെ എല്ലാവരും സന്തോഷത്തോട്ട് അത്താഴമൊക്കെ കഴിച്ചതല്ലേ, അപ്പോൾ രണ്ടുപേരോട് അമ്പലത്തിൽ പോയിട്ട് ഇപ്പോൾ വരുമായിരിക്കാം. അപ്പം നീ എന്തായാലും ഇന്നലെ വൈകിട്ട് ആഹാരം കഴിച്ചപ്പോൾ അമ്മ വാരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ച് എന്തായാലും നന്നായി. ദേവിയേട്ടത്തിയോടുള്ള സ്നേഹമൊന്നും ദേവൂട്ടിക്ക് കുറഞ്ഞു പോകുകയില്ല, നിന്നോടുള്ള സ്നേഹവും കുറഞ്ഞു പോകുകയില്ല. എന്തായാലും സ്വന്തം മമ്മി അല്ലെങ്കിൽ അമ്മ തന്നെയാണ് ഏറ്റവും വലുത്, പെറ്റമ്മയേക്കാൾ വലുതാവില്ലല്ലോ പോറ്റമ്മ എന്നുള്ള രീതിയിലൊക്കെ സംസാരം വരുന്നു. അപ്പം നീ എന്തായാലും ദേവിയേട്ടത്തിയോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം അപ്പു പറയുന്നുണ്ട്, അതും ശരിയാ, എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനും അപ്പു അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയും. ഞാനും അമ്മു അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ദേവിയേട്ടത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് വരട്ടെ, അമ്പലത്തിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ എന്തായാലും സോറി പറഞ്ഞേക്കാമെന്ന് പറയുന്നു. അതാ നല്ലത്, ഇനി എന്തിനാ വെറുതെ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം ശിവൻ എണീറ്റ് വരുന്നുണ്ടെങ്കിൽ പത്രം മുറ്റത്ത് തന്നെ കിടക്കുന്നു. അപ്പം എന്തോ സംശയം തോന്നുന്നു. അഞ്ചു ചായയുമായിട്ട് വരുന്നു. ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ഏട്ടനും ഏട്ടത്തി എണീറ്റില്ലെന്ന് പറഞ്ഞേ. ഇല്ല, ഞാൻ രാവിലെ എണീറ്റ് പാലൊക്കെ വാങ്ങിയത്, അന്നേരം അവരെ കണ്ടില്ല, അമ്പലത്തിൽ പോയതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം അപ്പോൾ ശിവൻ എന്തോ സംശയം തോന്നും. പെട്ടെന്ന് ശിവൻ ചാടി എണീറ്റ് നേരെ ബാലൻ്റെ മുറിയിൽ പോയി നോക്കും. മുറിയിൽ ആദ്യം നോക്കുന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ ഇരിക്കുന്നതാണ്. ആ ലെറ്ററിൽ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എന്തായാലും വിഷമവും സങ്കടവും പരിഭവങ്ങളും എല്ലാം ഉള്ളിൽ ഒതുക്കി എല്ലാവരെയും പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾ യാത്ര പോകുന്നു, തിരിച്ചു വരാത്ത യാത്രയായിരിക്കുമെന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദേവിയും ബാലനും സാന്ത്വനം വീടിൻ്റെ പടിയിറങ്ങി എല്ലാവരെയും സന്തോഷമായിരിക്കട്ടെ എന്ന് കരുതി, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ആരെയും ഒന്നും പറയാത്ത രീതിയിൽ എല്ലാവരോടും ക്ഷമ ചോദിച്ച് പറയേണ്ടതൊക്കെല്ലാം കൊടുക്കേണ്ടതെല്ലാം കൊടുത്തതിന് ശേഷം രണ്ടുപേരും പടിയിറങ്ങുകയാണ്. അതായത് സാന്ത്വനം വീട്ടിൽ ഇനിയും ദേവിയും ബാലനും ഇല്ലാത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരില്ലാത്ത സാന്ത്വനം വീട് ഉറങ്ങിയ അവസ്ഥയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ശിവനും അഞ്ജുവിനും ആ ലെറ്റർ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം ശിവൻ നിക്കക്കളിയില്ലാതെ പൊട്ടിക്കരയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അഞ്ജു അവിടേക്ക് വരുന്നു, അഞ്ജുവിനോട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ ഫോൺ എടുത്ത് ആരെയൊക്കെ വിളിച്ചിട്ടൊന്നും കാര്യമില്ലെന്നറിയാം. അപ്പോൾ ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തൻ എപ്പിസോഡുകൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ